ഇതാണ് കേട്ടോ അൽസ എന്ന അലീസ. കല്യാണങ്ങൾക്കും സൽക്കാരങ്ങൾക്കും എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു ഭക്ഷണമാണ്. നല്ല ടേസ്റ്റുമാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം അൽസ. കഴിക്കും തോറും ടേസ്റ്റ് കൂടി വരുന്ന ഈ അൽസ ഉണ്ടാക്കാൻ 2 നാഴി അൽസ ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇത് നുറുക്കാത്ത വെള്ള ഗോതമ്പാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കണം. 6-7 മണിക്കൂർ കുതിർക്കാൻ വെക്കേണ്ടതാണ്. എന്നാലേ ഗോതമ്പ് നല്ല മയത്തിൽ വേവാവുകയുള്ളൂ. ഇനി ഈ കുതിർക്കാൻ വെക്കുന്ന വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അമർന്ന് ചതഞ്ഞിങ്ങനെ വരും. നെയ്യോടും എല്ലോടും കൂടിയുള്ള ഇതുപോലെയുള്ള 300 ഗ്രാം ചിക്കൻ എടുക്കണം. നമുക്ക് ആവശ്യമുള്ളത് ഇട്ടാൽ മതി. ഗോതമ്പ് ആ വെള്ളത്തോടു കൂടി കുക്കറിലേക്ക് ഇടാം. 1 ഗ്ലാസ് ഗോതമ്പിന് 3 ഗ്ലാസ് വെള്ളം എന്ന തോതിലൊഴിക്കണം. നമ്മൾ മാറ്റിവെച്ച ചിക്കൻ ഇടാം. ഇനി ഇതിലേക്ക് ഒരു 2 ഇഞ്ച് പട്ടയും 6 ഗ്രാമ്പുവും 6 ഏലക്കയും കൂടി ഒരു തുണിയിൽ കെട്ടി പൊതിഞ്ഞെടുത്ത് ഒന്ന് കെട്ടി ഈ കുക്കറിലേക്ക് ഇടാം. ഈ പട്ടയും ഏലക്കയും ഒന്നും കഷ്ണങ്ങൾ കടിക്കുകയുമില്ല, അതിൻ്റെ ഫ്ലേവർ കിട്ടുകയും ചെയ്യും. ഇനി ഒരു 4 ഇല്ലി വെളുത്തുള്ളിയും 1 വലിയ ഉള്ളിയും കൂടി അരിഞ്ഞിതിലേക്കിടാം. ഒരു 1/4 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് 6-7 വിസിൽ വരുന്നത് വരെ വേവിക്കണം. 2 കപ്പ് തേങ്ങാപ്പാലിന് ആവശ്യമുള്ള നാളികേരം എടുത്ത് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഉണ്ടാക്കി വെക്കണം. അപ്പോഴേക്കും ഗോതമ്പ് വേവായി. ഇതിലേക്ക് ഇത്തിരി ഇഞ്ചി നീര് കൂടി ചേർക്കാം. ഇനി ഇതിൽ നിന്നും നമ്മൾ കെട്ടിവെച്ച കിഴി എടുത്ത് മാറ്റുക. ഇതിലുള്ള ചിക്കൻ്റെ എല്ല് ഭാഗങ്ങളൊക്കെ എടുത്തു മാറ്റാം. ഇതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് തട്ടിയാൽ എല്ലിൽ നിന്നും ഇറച്ചി വേറിട്ട് എല്ല് മാത്രമായിട്ട് നമുക്ക് പെറുക്കിയെടുക്കാം. ഗോതമ്പ് നല്ല പോലെ വേവായിട്ടുണ്ട്, അലിഞ്ഞു പോകുന്നുണ്ട്. ഒന്ന് ചൂടാറാൻ വേണ്ടി അതിൽ നിന്നും കുറച്ച് ഗോതമ്പ് എടുത്ത് ഒരു മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്യുക. കുറച്ച് കടിക്കാൻ പാകത്തിലേ ക്രഷ് ചെയ്യാവൂ. ഇനി ഈ അരച്ചത് കുക്കറിലേക്ക് തന്നെ ഒഴിച്ച് യോജിപ്പിക്കുക. ഇതിലിപ്പോൾ പാകത്തിന് വെള്ളമുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച 2 കപ്പ് തേങ്ങാപ്പാൽ കൂടി ഒഴിക്കാം. തേങ്ങാപ്പാലാണ് ടേസ്റ്റ്. മുഴുവൻ തേങ്ങാപ്പാലും ഒഴിക്കാം. ഇത് ചൂട് കുറയുമ്പോൾ ഒന്നുകൂടി കുറുകി വരും, അതിനനുസരിച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുക. ഇനി ഇതൊന്ന് തിളച്ച് കുറുകട്ടെ. അൽസ നന്നാവാനുള്ള കുറച്ച് ടിപ്പുകൾ പറയാം കേട്ടോ. നല്ല അൽസ ഗോതമ്പ് തന്നെ എടുക്കുക. നെയ്യുള്ള ചിക്കൻ പീസുകൾ ഇടുക. ചിക്കൻ കൂടുതൽ വേണ്ട, ഇത് ഷുഗറുള്ളവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഭക്ഷണമാണ്. ഇനി ഇതിലേക്കൊരു വറവിടാനും കൂടിയുണ്ട്. പാനിലേക്ക് നല്ല 2 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ഒഴിച്ചു. ഒരു വലിയ ഉള്ളി കനം കുറച്ചരിഞ്ഞ് കരിമുര വറുത്തെടുക്കണം. അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇട്ട് വറുത്ത് ഇത് അലീസയുടെ മുകളിൽ വിതറാനുള്ളതാണ്. നന്നായി മൊരിഞ്ഞിട്ടുണ്ട്, വാങ്ങി വെക്കാം. അലീസ വിളമ്പാനുള്ള പാത്രം റെഡിയായി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച കൂട്ടിടാം. നമ്മുടെ പരമ്പരാഗത അലീസ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ അലീസ നിങ്ങൾ ഇടയ്ക്ക് ഉണ്ടാക്കി കഴിച്ചോളൂ. കൂടെ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.